മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി സ്പോർട്സ് സ്പെക്ടക്കിൾ. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് സ്പോർട്സ് സ്പെക്ടക്കിളിൽ ഖത്തറിലും ഇന്ത്യയിലും ശ്രദ്ധേയമായ ഫിറ്റ്നസ് അക്കാദമിയായ NBF അക്കാദമിയുടെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായ മിസ്റ്റർ ബാസ്റ്റിൻ ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ഖത്തർ ക്യാൻവാസ്. Thank you and happy to be here. സോ ബേസിക്കലി എന്താണ് ഈ NBF അക്കാദമി എന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. So NBF Academy, we started with a vision of building fitness habits in people. നമ്മൾ ഖത്തറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടൈലർഡ് പ്രോഗ്രാമായ ഹാബിച്വൽ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹാബിച്വൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജസ് ഏത് ഏജ് ഗ്രൂപ്പിനും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ദോഹയിൽ നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അതർ സർവീസസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിറ്റ് ഫ്യൂച്ചർ ഉണ്ട്, അത് ദാറ്റ് ഈസ് ഫോർ കിഡ്സ്. അതേപോലെ തന്നെ ത്രൈവ് അറ്റ് വർക്ക്, അത് കോർപ്പറേറ്റ് വെൽനസ് പ്രോഗ്രാംസ് ആണ്. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഫോർ ക്ലബ്സ്, നമ്മളിവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉണ്ട് ഇവിടെ, അവിടെയും നമ്മൾ നമ്മുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോറോവർ നമ്മുടെ ഒരു മേജർ മൈൽ സ്റ്റോൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കേരള ഗവൺമെൻറ്റുമായിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് അവാർഡായിട്ടുണ്ട്. സോ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളൊരു തീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്പോർട്സ് ഫോർ ഓൾ, ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളൊരു മോട്ടീവായിട്ട് നമ്മൾ മൾട്ടി യൂട്ടിലിറ്റി ഫിറ്റ്നസ് ബോക്സുകൾ സ്ഥാപിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റാണ് നമുക്ക് അവാർഡായിട്ടുള്ളത്. അതൊരു PPP മോഡലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ ചെറുക്കുക, മദ്യമയക്കുമരുന്നിനെതിരെ പോരാടുക എന്ന് തുടങ്ങി ഒരുപാട് മിഷൻ ആൻഡ് വിഷൻസ് ആയിട്ടാണ് NBF അക്കാദമി മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ, അത് ഞങ്ങളുടെ വളരെ പ്രാധാന്യമായിട്ടൊരു മിഷൻ്റെ ഭാഗമാണ് ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം തന്നെ. ഇപ്പോഴത്തെ ഈ ഒരു കേരളത്തിൻ്റെ കണ്ടീഷൻ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അബ്യൂസ് ഭയങ്കര കൂടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ തന്നെ നമ്മളുടെ കിഡ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ യൂത്തിൻ്റെ ഇടയിൽ അവർക്കൊരു സോഷ്യൽ ഗ്യാതറിങ് എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പോൾ ഒരു പാർട്ടിക്കാണ് സോഷ്യൽ ഗ്യാതറിങ് അവർ ചെയ്യുന്നത് തന്നെ. അല്ലാതെ വളരെ മൈനോറിറ്റി ഓഫ് യൂത്ത് മാത്രമാണ് ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടർഫ്സിലൊക്കെ. ആദ്യം ഒരു ടർഫിൻ്റെ ഒരു ബൂം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴും ടർഫൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഫുള്ളല്ല, പക്ഷേ ആ ഒരു ഫിറ്റ്നസ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഫിറ്റ്നസിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, കളികളെക്കുറിച്ചുള്ള സംസാരം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പാടങ്ങളിലുള്ള ക്രിക്കറ്റ് കളി, അന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴായിരുന്നു വഴക്ക് കിട്ടുന്നത്. ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ആ ഒരു കൾച്ചർ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫിറ്റ്നസ് ബോക്സസുകൾ നമ്മൾ സ്ഥാപിക്കുന്നത്. ഈ എല്ലാ പഞ്ചായത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു വിഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കിഡ്സിൽ ഉള്ള ഫിറ്റ്നസ് എന്തൂസിയാസവും കാര്യങ്ങളും അവർക്ക് തമ്മിലുള്ള ഒരു സ്പോർട്സ്മാൻഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഈ ഹാബിച്വൽ ഫിറ്റ്നസ് ട്രെയിനിങ് കൊണ്ടുവരുന്നതോടെ നമുക്ക് ഈ NCDസിനെല്ലാം ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് ആയിക്കോട്ടെ, ഒബിസിറ്റി ആയിക്കോട്ടെ, ഒരു 80% വരെ നമുക്കിത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു വിഷനും മിഷൻ എന്നൊക്കെ പറയുന്നത്. ഖത്തറിൽ വരുന്നതിന് മുന്നേ ഒരു അത്ലറ്റ് ആയിരുന്നു അല്ലേ? അതെ. സോ ഒരു അത്ലറ്റ് ലൈഫിൽ നിന്നും ഒരു ഓൺട്രപ്രണർ ലൈഫിൽ കാണുന്ന ഒരു ഡിഫറൻസ് എന്താണ്? ബേസിക്കലി എൻ്റെ ആ ഒരു ലൈഫിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് 3 R കൊണ്ടാണ്. RRR. എൻ്റെ വീട് വരുന്ന ആലപ്പുഴ അർത്തുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ സ്പോർട്സ് കൊച്ചിലെ മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റിസ്ക് വരുന്നത് 10th സമയത്താണ് എനിക്ക് സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അക്കാഡമിക്സ് വേണോ സ്പോർട്സ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിട്ട് നിന്നപ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഐ ചൂസ് സ്പോർട്സ് ആൻഡ് വെന്റ് ടു സ്പോർട്സ് സ്കൂൾ. പക്ഷേ മൈ പാരൻസ് വർ വിത്ത് മീ. അപ്പോൾ സ്പോർട്സും എക്സലായി, അക്കാഡമിക്സും എക്സലായി. പിന്നീട് വരുന്നത് ഡിഗ്രിയുടെ സമയത്ത് തന്നെ ഈ സെയിം സിറ്റുവേഷൻ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണോ അത് ജോബിന് കയറണോ, ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ ഇന്ത്യൻ എയർഫോഴ്സ്. പിന്നെ തേർഡ് റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ജോലി ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഓൾ ഫോർ സ്പോർട്സ്. അപ്പോൾ അവിടെ സ്പോർട്സ് തീർന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തത് തന്നെ. അങ്ങനെയാണ് NBF അക്കാദമി. അത് അവിടെ നമ്മളിവിടെ ഖത്തറിലെത്തിയും അഡ്മിൻ ആയിരുന്നു എൻ്റെ ട്രേഡ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടഡ് ആസ് എൻ HR കോർഡിനേറ്റർ ഇൻ അലസ്മക്. എന്നിട്ട് പിന്നെ എനിക്ക് പറ്റുന്ന പണിയില്ലെന്ന് അവിടെ നിന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ ചോദിച്ചോട്ടെ, വാട്ട് മേക്സ് NBF ഡിഫറെൻറ്റ് ഫ്രം അതർ ഫിറ്റ്നസ് അക്കാദമീസ്? അത് ഈസി ആയിട്ട് പറയണമെങ്കിൽ ഈ റിയൽ ഫിറ്റ്നസ്സും റിയൽ ഫിറ്റ്നസ്സും തമ്മിലുള്ള വ്യത്യാസം. റിയൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന അത് തന്നെ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുമോ? ഇല്ല.
ഗ്രീൻ ടീ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രീൻ ടീ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫീഡ്സിൽ വരും ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ, പിന്നെ കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ വരും ഗ്രീൻ ടീയുടെ ദോഷഫലങ്ങൾ. അപ്പോൾ പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഓരോ ബോഡി കണ്ടീഷനും വേണ്ടുന്ന രീതിയിൽ നമ്മുടെ ടൈലർ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഹാബിച്വൽ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടൈലർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അത്ലറ്റിക്, കാലിസ്റ്റനറ്റിക്, മൈൻഡ്ഫുൾനെസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് പ്രോഗ്രാം. അത് മതി അവർക്കൊരു ഡേ ടു ഡേ ലൈഫിൽ അവർ ഹെൽത്തി ഇൻ ദ സെൻസ് മസ്കുലർ ആയിട്ടിരിക്കുന്ന എല്ലാവരും ഹെൽത്തി ആണെന്നില്ല. അതാണ് ഫിറ്റ്നസിൻ്റെ ഡെറിവേഷൻ തന്നെ. ബീയിങ് ഫിറ്റ് എന്ന് പറയുന്നത് അവൻ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുകയാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്, ദാറ്റ്സ് വാട്ട് വി ആർ ഡെലിവറിങ്. സോ ഖത്തറിൻ്റെയും നാട്ടിലെയും ഫിറ്റ്നസ് മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നിങ്ങളുടെ NBF അക്കാദമിക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Momentum Media proudly presents Qatar Canvas. Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port. 44878 www.goodwillcargoqatar.com. Grand Hypermarket Qatar. Grand shopping. Great values. In association with Isuzu Qatar and Christian SVP.